ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ ചോദിച്ചപ്പോ നിന്ന് വിറയ്ക്കുന്ന? ചുമ്മാ പേടിപ്പിക്കാതെ വെറുതെ പോടാ. ബാഗ് എടുക്ക. ഞാൻ അവനെ പ്രസവിച്ചതല്ലേ, അവന്റെ അമ്മയല്ലേ, നിങ്ങൾ അവന്റെ അമ്മാവന്മാരും അല്ലേ. ഞങ്ങൾ എന്ത് ഉപദ്രവ ചേച്ചി അവനോട് ചെയ്തിരിക്കുന്നത്? അവനെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു പോയിക്കോട്ടെ. ഏതെല്ലാം തരത്തിൽ അവനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാ. തലവേദനയും നാണക്കേടും അല്ലാതെ അവൻ വേറെ വല്ലതും തിരിച്ചു വന്നിട്ടുണ്ടോ? പ്രതാപ, അവന്റെ കയ്യിൽ കുഴപ്പമുണ്ട്. നിങ്ങളും കൂടി അവനെ ഒന്ന് ഉപദേശിക്കണം, അല്ലാതെ അവനെ വഴക്കു പറയല്ല വേണ്ടത്. കുട്ടികൾ വന്നല്ലോ. സാറെന്താ അത്യാവശ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ? നിനക്കറിയില്ലേ, എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതല്ലേ മന്നന്നൂരിലെ പ്രോഗ്രാം. ആ, നാളെ പോണം. നീയും ഋതികയും കൂടെ ഉണ്ടാവണം. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ. ശരി. അച്ഛന്റെ പിണക്കം ലേശം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ചുമ്മാതല്ല, ദിവസം 2 നേരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊന്ന് കുറഞ്ഞു കിട്ടാൻ. രാജു, മന്നന്നൂരിലേക്ക് പോവാൻ അമ്മയെ വിളിച്ചാലോ? അമ്മയോ? എന്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ ചടങ്ങ ഇപ്പോഴും അവിടെ നടക്കുന്നേ. അമ്മയും കൂടി അവിടെ വന്നാലെന്താ? എനിക്ക് സന്തോഷേ ഉള്ളൂ, പക്ഷേ ടാസ്ക് ആവോ? എന്ത് ടാസ്ക്? അമ്മയെ കാണുമ്പോ നിന്റെ അച്ഛനെ കലി കയറുന്ന എന്റെ പേടി. രാജു, അമ്മയുടെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതല്ലേ. അമ്മ അവിടെ വന്നാലെന്താ? വിളിച്ചു നോക്ക്, വരുന്നെങ്കി വരട്ടെ. മോളെ, അമ്മേ, നാളെയാ മന്നന്നൂരിലെ പ്രോഗ്രാം. ഞങ്ങൾക്ക് പോകുന്നുണ്ട്. അമ്മ വരുന്നുണ്ടോ? എന്റെ അച്ഛന്റെ സ്മരണയ്ക്കായി നടത്തുന്ന പ്രോഗ്രാമാ. ആ, പണ്ട് ഞാനവിടെ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാ അമ്മ വാ. വെറുതെ വേണ്ട മോളെ, പ്രതാപേട്ടൻ എങ്ങാനും കണ്ടാല്. കാണുകയാണെങ്കിൽ കാണട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേ. എന്തായാലും അമ്മ വാ. രാജു കൂടെ ഉണ്ടോ? പിന്നെ രാജു വരാതെ എവിടെ പോവാൻ? എന്നാ ശരി, ഞാൻ വരാം മോളെ. ശരി അമ്മ. എന്താ? അമ്മ വരും. എന്റെ മന്നന്നൂർ മലദൈവങ്ങളെ, നാളെ എന്തൊക്കെ അവിടെ നടക്കുക? എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ദീപക് എന്റെ സാറിന് കാണിച്ചു തരും. അങ്കിള് നോക്കിയോളൂ, ഇങ്ങനെയാ ഓപ്പറേഷൻ നടത്തുന്നത്. മോനിത് വളരെ ധൈര്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. ഭയം നമ്മുടെ 7 അയലത്ത് പോലും വരാൻ പാടില്ല. ക്യാച്ച് മൈ പോയിന്റ്? ഓക്കെ അങ്കിളെ. അവന്റെ ഒരു പൊടി പോലും കാണരുത്. ആ വിധത്തിലായിരിക്കണം ബോംബിംഗ്.
ഇവൻ ഈ പാതിരാത്രിയിൽ ഇത് എവിടെ പോയതാ? എന്തോ തരികിട ഉണ്ടല്ലോ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ആ, ദീപക്കളിയൻ ഈ പാതിരാത്രിയിൽ എവിടെ പോയിരുന്നു എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എനിക്ക് എന്റെ പേഴ്സണൽ കാര്യത്തിന് പൊയ്ക്കൂടെ? ഇതെന്ത് നാശം. ഓഫീസിൽ വരുമ്പോ മാത്രം എന്നെ ഭരിച്ചാ മതി കേട്ടോ. എന്റെ വ്യക്തിപരമായ കാര്യത്തിലൊന്നും അത് വേണ്ട. നിന്റെ സെറ്റപ്പ് ഒക്കെ എനിക്കറിയാം. പോടാ അവിടുന്ന്. അങ്ങനെ അങ്ങ് പോയാലോ? എന്താടാ ഈ രാത്രി എന്റെ വീട്ടിലിട്ട് എന്നെ തല്ലാനാണോ നിന്റെ പ്ലാൻ? നിന്റെ വീടോ? ഏതു വകയില്? നിന്റെ ഫാദറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണോ ഈ വീട്? ഡാ, നീ കളിക്കല്ലേ വെറുതെ. നീ വെറും ഇത്തിക്കണി. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ ബാഗിലെന്താ? എന്താടാ ചോദിച്ചപ്പോ നിന്ന് വിറയ്ക്കുന്ന? ചുമ്മാ പേടിപ്പിക്കാതെ വെറുതെ പോടാ. ബാഗ് അങ്ങ് എടുക്ക. എന്തായി കാണിക്കുന്ന ഇവന്റെ കാര്യം? എന്താ ഇവിടെ? കിട്ടിയോടാ നിനക്ക് വല്ല ഉണ്ടേ? നിന്നെ അങ്ങനെ വിശ്വസിക്കാനാവില്ലല്ലോ. എന്തായിരുന്നു നിന്റെ പരിപാടിയെന്ന് ഞാനൊന്ന് പരിശോധിച്ചതാ. എന്താ ദീപക് ഇതൊക്കെ? അമ്മേ, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുന്നപ്പോ കണ്ടില്ലേ എന്റെ ബാഗ് പരിശോധിക്കാവൻ. എന്തിനാടാ നീ എന്റെ മകന്റെ പുറകെ നടന്ന് ഇങ്ങനെ വേട്ടയാടുന്നേ? ഇവനെ അപകടകാരിയായ ഒരു കാട്ടുമൃഗ. അതുകൊണ്ട് എടാ നീ ഇത് എവിടെയായിരുന്നടാ?